ഹലോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനും ഹോസ്റ്റേഴ്സിനൊക്കെ സൂപ്പറായിട്ട് എളുപ്പത്തിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്, സേവ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സൺഫ്ലവർ പാം ഓയിൽ, വെളിച്ചെണ്ണ ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. അത് ചൂടായ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ച് വെള്ളം ഒഴിക്കാണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അരയ്ക്കാൻ പറ്റും അങ്ങനെ അരയ്ക്കുക, ഇല്ലെങ്കിൽ ചതച്ചെടുക്കുക. ഇതിൻ്റെ കൂടത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഗോൾഡ് കളർ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമ്മുടെ സവാള നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ, ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല. സവാള ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അതിഷ്ടമുള്ളവർക്ക് ഒത്തിരി സവാള എടുക്കുക. ഇത് വാടി വരുമ്പോൾ ഇച്ചിരിയല്ലേ കാണുള്ളൂ. ഉപ്പും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കണ്ട പേസ്റ്റിലോട്ട് ഞാൻ നമ്മുടെ പച്ചമുളക് ചതച്ചിട്ടില്ല, ഇതുപോലെ കീറാണ്ട് നടുവേ മുറിച്ച് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്ന ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഉള്ളി വറുത്ത് വരില്ലേ, അതുപോലെ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ചിക്കൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എളുപ്പത്തിന്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ ചിക്കൻ മസാലയാണ്. നമുക്ക് പിന്നെ മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഈ കാശ്മീരി മുളക് നിങ്ങൾക്കറിയാം എരിവ് കുറവാണ്. മല്ലിപ്പൊടി ഞാനിവിടെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒരു അടി പിടിക്കുന്നതിന് മുന്നേ വരെ, അതായത് ഒരു മിനിറ്റിന് അകം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം എനിക്കിവിടെ ആവശ്യത്തിന് ഗ്രേവി വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ അതിലൊഴിച്ച ശേഷം തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, പച്ചവെള്ളമല്ല. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കണം. വെന്നിട്ട് നമ്മൾ മൂടി മാറ്റിയിട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും ഒരു 10-15 നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് പിന്നെയും മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. വേറെ യാതൊരു ഈസി അല്ലേ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങാപ്പാലല്ല, ഇവിടെ ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എടുക്കുന്ന ഓയിലോട്ട് കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ താളിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.